वाली है इश्क कोई महकी सी प्याली है इश्क कोई सुबह की लाली है इश्क गिरता सजरना है അപ്പൊ നമ്മുടെ കല്യാണത്തിൽ പെണ്ണിന്റെ വീട്ടിലേക്ക് പോണ ദിവസമാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും റെഡിയാണ്. അഷ്ഫക്ക് ചായ കുടിക്കുന്നുണ്ട്. എന്റെ കോട്ട് അവിടെ നിൽക്കുന്നു. ഈ സാധനം ഇട്ടിട്ട് ഈ സൂട്ട് ഇട്ടിട്ടാണ് ഞാൻ പോകാൻ പോണത്. എവിടേക്ക്? നമ്മളെ പെണ്ണിന്റെ വീട്ടിലേക്ക്. അതും താലി കെട്ടാൻ വേണ്ടിട്ട്, മഹർ കെട്ടാൻ വേണ്ടിട്ട്. എന്തായാലും പറയാ, ഞാൻ ഇങ്ങനെയാണ് പോണത്. എല്ലാരും പറഞ്ഞിട്ട് ഓൾക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ബ്ലാക്ക് 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 ആ ബ്ലാക്കിന്റെ വിഷമം എനിക്ക് മാറിയില്ല. എനിക്ക് മാറി ഇപ്പൊ സന്തോഷമായോ? ഇപ്പൊ എല്ലാരും ഹാപ്പിയായോ? കണ്ടില്ല എല്ലാരും നോക്കും. ഒരു ബെൽറ്റ് ഇടുക. അതേപോലെ തന്നെ ഒരു മറ്റേ പണ്ടുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല ഒരു സഞ്ചി. ഇതിന് വേറെ ഇങ്ങനെ തൂങ്ങി നിൽക്കണ ചെണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും കഴിവുണ്ട്. മറ്റേ ഒരു മാപ്പിള സ്റ്റൈലാക്കണത്. ഇതിലേക്ക് ആ പാന്റ് ഭയങ്കര പോറാ. ഇതാണല്ലോ ഇതാകുമ്പോ സുഖ. ഡീസന്റ് നല്ല മോനെ പരിപാടി. ഇത് ഡീസന്റാ. ഇത് കുറച്ച് ഇത് ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് സാധനമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്നെ എല്ലാരും നോക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. ഇപ്പൊ നോക്കുവോ? അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് സഫാന? അടിപൊളിയല്ലേ? ഞാൻ മര്യാദയ്ക്ക് ആ ബ്ലാക്ക് ഇടുന്നത് ഒഴിവാക്കിയതാണ്. ഓനക്ക് ഞാൻ ഒരു കാര്യം ചെയ്ത് കൊടുക്കരുത്. ശരിക്കും ഞാൻ എന്റെ പ്രതിഷേധം ഞാൻ കാണിക്കുന്ന ടൈം അതിനോട് കൂളിംഗ് ഗ്ലാസ് അല്ല അല്ല ഇതൊക്കെ അത് കോട്ടിന്റെ കൂടെ വെച്ചല്ലേ ഉള്ളൂ. ഇത് ഒരു രസവും ഇല്ലടാ. എങ്ങനെ ഇതിലേക്ക രസം അല്ലേ? നിങ്ങൾ പറയാ ഇതിലേക്കല്ലേ ഈ ഗ്ലാസ് രസം? അടിപൊളി പിയാപ്പിളിന്റെ എടാ. ഇന്ന് നിന്റെ കല്യാണാണ്. ഈ ഇന്നെക്കാട്ടി മുകളിൽ പഠിക്കുന്ന നിന്ന് കഴിഞ്ഞ പിന്നെ എനിക്ക് എവിടെടാ വാല്യൂ? ഇന്ന് നിന്റെ കല്യാണ സംഭവം. ശരി, ഇന്ന് ഞാൻ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒന്നിന് സെറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര ബദ്ധായി. ഞാൻ ഒരു കാര്യം പറ്റേ, പുല്ലും വണ്ടി ഒന്ന് ഓടി തുടങ്ങിക്കോട്ടെ. ഈ പുല്ലും വണ്ടി ഓടി തുടങ്ങണ വേണ്ടി വൈക്കോൽ വണ്ടി എന്തിനാണല്ലേ സ്റ്റാർട്ടാക്കി? സോറി, ഈ വൈക്കോൽ വണ്ടി. ഓക്കെ, എന്നാ വൈക്കോൽ വണ്ടി ഒന്ന് ഓടി തുടങ്ങട്ടെ. അപ്പോ തന്നെ ഈ പുല്ലും വണ്ടി സ്റ്റാർട്ടാക്കിട്ട് ഓയിൽ പുല്ലുവണ്ടി ഉണങ്ങണതിന്റെ മുന്നേ നോക്കി വെക്കണം. എന്നാലേ വൈക്കോലാവാതെ അല്ലേ? ഇതേമാതിരി എടാ പുല്ലുവണ്ടി വൈക്കോലിന്റെ സ്റ്റേജിൽ എത്തിയാലേ വണ്ടി പിടിക്കാൻ സമ്മതിക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ പുല്ലായിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. വൈക്കോലാവണം. ഞാൻ സമ്മതിക്കൂല. ഇപ്പൊ മാർക്കറ്റിന് വാല്യൂ ഉള്ള ടൈമാ. ഈ ടൈമിൽ പുല്ലിറക്കിയാലേ എന്താവുള്ളൂ? നല്ല വിലക്ക്. എനിക്ക് കോട്ട് തെറ്റാൻ ആരുമില്ല. ഇന്ന് ഞാൻ കൈകൊണ്ടിടൂല. കോട്ടിട്ട് ആരുമില്ലേ? ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ കഴിക്കാൻ ഇല്ല. രാവിലെ ആവും. കുട്ടിയെ വാ നോക്ക്. സമയമേ നീ ഒഴുകി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഈ എന്റെ മയക്കപ്പ് മാത്രം നോക്കി, ഈ ഇന്നെ നോക്കിയിട്ടില്ലല്ലേ കള്ള തെണ്ടി. മാഡം എന്താണ് ഇത് കഴിക്കാൻ വേണ്ടത്? എല്ലാം തരും. വാക്ക് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇല്ല ഇല്ല ഇനിയാണ് നമ്മളെ എന്താ പറയാ മെയിൻ പരിപാടിയിലേക്ക് കടക്കുന്നത്. ആക്ടിങ് അല്ല, എല്ലാത്തിലും നിങ്ങൾ കയറി നിൽക്കൽ ശരിയാവില്ല. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ. നിറയുക സിരകൾ. അങ്ങനെ ഈ ബ്ലാക്ക് എടുത്തന്നെ നല്ല തൊടക്കൂ. എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ. ആർക്കാ നന്നായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം? പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. അയ്യോ കളർ മാറി. എല്ലാവർക്കും കറുപ്പായിട്ടാ കളർ. ഇത് തീർന്നാ നിനക്ക് ഉടനെ അടുത്ത പണി തരാം. നിങ്ങളൊക്കെ റെഡി അല്ലേ? പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാൻ റെഡി അല്ലേ?
അപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്, ആ റോട്ടിലുള്ളത്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് കയറി പോകണം. ഓൾറെഡി നമ്മളൊരു 1-2 മണിക്കൂർ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അത് പിന്നെ എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടാവുമല്ലോ. ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാമു തരും സുഖമെതു മറയരുതിനിയൊരു പിറവി വരെ കാതിനോരമാരോ പാടി തിരിതിരി നറുതിരി തിരിയുടെ കതിരൊളിയോ മൽച്ചേലോടെ മിഴിയിട ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളിയിൽ നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ. നമുക്കിതാ ഒരു ലോഡ് റോസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റും കൂടി വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതാ നമ്മുടെ സായിന്റെ വൈഫ് ജിത്തുഭായ്. ഇനി നമ്മള് അങ്ങോട്ട് ഫുഡിലേക്ക് കിടക്കല്ലേ. ഓള് ഫുഡ് കഴിക്കാൻ ഓള് കൂട്ടാതെ ഫുഡ് കഴിച്ച് അല്ല പിയാപ്പിള പുഡിങ് എടുക്കണതില് പ്രശ്നമുണ്ടോ? അത് കേട്ടാ മതി, അവര് പറഞ്ഞേട്ടാ പിയാപ്പിള കാണുന്നില്ല. സ്നേഹം ഞാൻ ഇതാക്കുന്നു. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരണം. ഇവരൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേട്ടോ. പൊതിഞ്ഞെടുക്കാനുള്ള സാധനങ്ങളൊക്കെ പിയാപ്പിളക്ക് മതി. പിയാപ്പിളിന്റെ അന്യന്റെ കൊടുക്കരുത്. നോക്കാനും ഇവിടെ ആരുമില്ലല്ലേ. അല്ല എന്റെ അമ്മായിന്നല്ലാതെ അങ്ങനെ മനസ്സിലായില്ല. അല്ലെങ്കിൽ പുഡിങ് രണ്ടിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾ അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇത് വെക്കണമല്ലോ. എനിക്ക് ഓളാണ് വലുത്. ഓളില്ലാതെ ഒരു ഇതില്ല. ഒഫീഷ്യലി അഗ്രിമെന്റ് ചെയ്ത് കിട്ടി. അല്ല അത് ശരിയാട്ടോ, നിങ്ങൾ ഇറക്കി വിടി. रब की कवाली है इश्क कोई दिल की दिवाली है इश्क कोई महकी सी प्याली है. അതെ, എല്ലാം സെറ്റായി കഴിഞ്ഞ് ഒരുത്തനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലേ, മറ്റേ അണ്ടി പോയ അണ്ണാനെ പോലെ. നമ്മക്കല്ലടാ ഇക്ക പെണ്ണില്ലാത്തത്. ഇവിടെ കൊറേ പെണ്ണുങ്ങൾ ഉണ്ടാവുന്ന ഞാൻ ഒറ്റക്കാണ് ഇവിടെ ഇവിടെ കൊറേ പെണ്ണുങ്ങൾ ഉണ്ടാവും വിചാരിച്ചിട്ടാ ഞാൻ വന്നത്. ഇവിടെ ഒറ്റ പെണ്ണുങ്ങളില്ല, നമ്മൾ അവിടെ നിന്ന് വന്നവരേ ഉള്ളൂ. അല്ല ആരും കാണില്ല. ആരെങ്കിലും എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. നമ്മളെ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാരും ഒന്ന് ആരെങ്കിലും ഒന്ന് എന്റെ വൈഫിനെ വിളിക്കോ. दिवाली है इश्क कोई महकी सी प्याली है इश्क कोई सुबह की लाली है इश्क गिरता सा झरना है इश्क कोई उठता सा कलमा है इश्क कोई सांसों में लिपटा है इश्क कोई आंखों में दिखता है इश्क मेरे दिल को तुझा से जुदा कर दे यूं बस तू मुझको फना कर दे मेरा हाल तू मेरी चाल तू बस कर दे आशिकों में बस तू मुझको फना कर दे കഴിഞ്ഞിട്ടോ. मेरा हाल तू मेरी चाल तू बस कर दे കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇല്ലേ കറക്ക് ആണോ? കറക്കണം. तेरे वास्ते मेरा इश्क सूफियाना मेरा इश्क सूफियाना मेरा इश्क सूफियाना. മാറ് കിട്ടിയില്ല. അമ്മാറ് കെട്ടണ്ടേ? കെട്ടണം. ഓളെ കണ്ടപ്പോ മറക്കരുത്. അതാണ്. അല്ല സിംഗി ടെൻഷനായോ? അല്ല തൊടാൻ പറ്റൂല. ഇല്ലല്ല തൊടാം. കഴിഞ്ഞല്ലോ. है इश्क कोई आंखों में दिखता है इश्क मेरे दिल को तुझा से जुदा कर दे. ഞാൻ മഹറ് കെട്ടാൻ വേണ്ടി പോവാട്ടോ. സമ്മതല്ലേ? ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ കെട്ടിക്കഴിഞ്ഞ് അഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞ്. ഇനിയിപ്പോ ഞാൻ മഹറ് കെട്ടട്ടെ. സമ്മതല്ലേ?
ആ കെട്ടാനറിയാ. ഞാനിത് നോക്കി പണ്ട് പഠിച്ചിക്കണ്. 1000 വട്ടം കെട്ടിയിട്ടില്ല. ഇതെന്നെ ആദ്യത്തെ, ഇന്റെ ആദ്യത്തേതും അവസാനത്തെ. കഴിഞ്ഞിട്ടില്ല ഇനി ഒന്നും കൂടി ഉണ്ട്. അവളെ ചിരിങ്ങള് കണ്ട 14 രാവും ഇച്ചിക്കണ रब की कवाली है അലാലാക്ക് ചടങ്ങുണ്ട്. അലാലാക്ക് है इश्क कोई सुबह की लाली है महकी सी प्याली है इश्क कोई सुबह की लाली है इश्क गिरता सजरना है इश्क कोई उठ. അപ്പൊ അടുത്ത് ഞാൻ കെട്ടാൻ പോട്ടോ. കേട്ടേ यूं बस तू मुझको फना कर दे मेरा हाल तू मेरी चाल तू बस कर दे आशिकाना तेरे वास्ते इश्क सूफिया. ആച്ചൊന്ന് നോക്കിയേ. മുഞ്ചത്തിയാണോ? മെഴുകുതിരില്ല, ഇത് കത്തിക്കാനുള്ളതല്ലേ? ഓ ഐ സി. सूफियाना मेरा इश्क सूफियाना रब की कवाली है. എന്താ ചെയ്യാ, കല്യാണം കഴിച്ച് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇത് സാധാരണ കഴിക്കുന്ന കേക്ക് മാതിരല്ലോ കേട്ടോ, ഇതിന് ഇത്തിരി ടേസ്റ്റ് കൂടുതലുണ്ട്. ഏതായാലും നിക്കാഹൊക്കെ കഴിഞ്ഞു പോരുന്നു എന്റെ കൂടെ. പറ്റൂല? അതെന്താ? അല്ല ഇപ്പൊ പോരുന്നോ പറ്റൂല? അല്ല അപ്പൊ ഫസ്റ്റ് നൈറ്റ് ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും അതൊന്നുമില്ല. ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു. അടി കിട്ടിയല്ലോ. ഷാന് കറക്റ്റായിട്ട് വീഡിയോയിലേക്ക് നമ്മൾ വീഡിയോ കാണുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ആണല്ലേ. അപ്പം എൻ്റെ മുത്തിന്റെ ഫ്രണ്ട്സാണ് ഇവര്. അപ്പോൾ അതിൽ കയറാൻ വേണ്ടി കറക്റ്റ് വന്നതാണ്. താങ്ക് യു സോ മച്ച്. मेरे दिल को तुझा से जुदा कर दे यूं बस तू मुझको फना कर दे. ദൈവനോടൊരു കാര്യം പറയാണ്, ഇനി കുഴപ്പമില്ലല്ലോ ദൈവ. അല്ല ആ അവള് പറഞ്ഞെന്നറിയോ, തൊട്ടൊക്കെ താക്കാക്ക ഉമ്മ വെക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട്. അതെന്താ മോളെ, സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞില്ലേ? അപ്പൊ ഇന്നിവിടെ കല്യാണല്ലേ? കൂട്ടിക്കൊണ്ടിരുന്നല്ലേ? ഇങ്ങനെ നമ്മള് മൂന്നാളോ ഇങ്ങനെ. അപ്പൊ ഓക്കെ അല്ലേ? ഈ മോനെ ശരിക്കും കണ്ടി ഗ്ലാമർ ഉണ്ടല്ലോ, ശരിക്കും കണ്ടി ഗ്ലാമർ ഉണ്ടല്ലോ അല്ലേ? ഏട്ടാ അടിപൊളിട്ടോ. ഇത് നീ വരച്ചാ? വാ മാൻ, എനിക്ക് പേജ് ഉണ്ടാ? എന്താണ് അദ്നാൻ ആർട്ടിസ്റ്റ്? ഈ സാധനം ഞാൻ എന്ത് ചെയ്യട്ടോ, എന്തായാലും ലിങ്ക് കൊടുക്കും. പക്ഷെ എന്നെ ഇതുവരെ വരച്ചത് എന്നെക്കാട്ടി, എന്നെ റിയൽ ആയിട്ടുള്ളതിനെക്കാട്ടി ഗ്ലാമർ എനിക്ക് ഇഷ്ടമാണ്. നീ വലിയ तेरे आग में ही जल के कोयले से हीरा बन के ख्वाबों से आगे चल के है तुझे बता. ഇവനോടൊരു കാര്യം ചോദിക്കട്ടെ, കൊണ്ടേക്കോട്ടെ ഞാൻ? പറ്റൂലാന്ന് എന്നോട് मेरा इश्क सूफियाना मेरा इश्क सूफियाना मेरा इश्क सूफियाना. അങ്ങനെ ഒഫീഷ്യലി അല്ലേ നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ്. എന്താ നിനക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നത്?
നല്ല ടയേർഡാണ്. ആണല്ലേ? കാരണം ഞാൻ എന്തായാലും കറക്റ്റ് ടൈമിൽ പറഞ്ഞ ടൈമിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അതെ അതെ 10 മണിക്ക് എവിടെയെങ്കിലും വീട്ടിൽ കയറിയിട്ടുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്തോ. 10 മണി എന്ന് പറയുന്നത് 9:55. 9:55. അല്ലല്ല 9:30. അവര് പറയട്ടെ 9:55 ഏതെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ ചെക്കൻ കയറിയിട്ടുണ്ടെങ്കിൽ പറയും കമന്റ് ചെയ്തോ. വരണ്ടേ ഫറൂഖിനൊക്കെ എത്തണ്ടേ കൊടുവള്ളി വരെ. അതെന്റെ പഠിച്ചോനെ. അപ്പം അങ്ങനെ നമ്മളിപ്പോ ഇതാ സിംഗിന്റെ വീട്ടിലാണുള്ളത്. ഇനിയിപ്പോ ഇവിടുന്ന് ഫാമിലി ഒക്കെ ഇറങ്ങി തുടങ്ങിയല്ലേ. അപ്പൊ നമ്മളെ എന്താ പറയാ ആ ഒരു സ്പെഷ്യൽ ഡേ കഴിഞ്ഞു അല്ലേ? ഹാപ്പി ഹാപ്പി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഇനി കുറെ സംഭവമുണ്ട്. കുറച്ച് അഡ്വഞ്ചറസ് വരാനുണ്ട് അല്ലേ? ഇല്ലേ? അത് കുറച്ച് സംഭവങ്ങളൊക്കെ വരാനുണ്ട്. അപ്പം അതൊക്കെ സ്പെഷ്യലായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നോളാം അല്ലേ? കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി എന്തൊക്കെ സംഭവങ്ങൾ വരാൻ കിടക്കാന്നറിയോ. അപ്പം എന്തായാലും ഒരു അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പം എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ? അപ്പം അതായിരിക്കും ബൈ ബൈ.